ഹലോ നമസ്കാരം. മൈ പ്രഷ്യസ് ട്യൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ രാവിലെ അവിടെ ഒരു മോർണിംഗ് ആന്തം പോലെ പ്ലേ ചെയ്യുന്നൊരു പാട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ആ പാട്ട് കമ്പോസ് ചെയ്ത ആരാണെന്നോ അല്ലെങ്കിൽ അത് എഴുതിയത് ആരാണെന്നോ അത് പാടിയത് ആരാണെന്നോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ ഒരു നല്ല സുഹൃത്ത് സന്ദീപാണ് ആ ഇൻഫർമേഷൻ തന്നത്. കാരണം ഇതൊരു സിനിമയിലെ പാട്ടാണ്. ഇത് 2008 റിലീസ് ചെയ്ത കൽക്കട്ട ന്യൂസ് എന്ന പേരുള്ള ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിലെ പാട്ടാണ്. ഇപ്പോൾ ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു ബംഗാളിലുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദബോ ജ്യോതി മിശ്ര എന്നാണ്. അദ്ദേഹം മലയാളത്തിൽ വേറെ സിനിമകൾക്കൊന്നും സംഗീതം ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ലിറിക്സ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരിക്കും, എനിക്ക് ആ ലിറിക്സ് ഒരുപാട് ഇഷ്ടമായതാണ്. അത് എഴുതിയിരിക്കുന്നത് ശരിക്കും വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. പിന്നെ ഇതിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ പാട്ട് പാടിയിരിക്കുന്നത്, സിനിമയിൽ ഈ പാട്ട് പാടിയിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. പക്ഷേ ചിത്രചേച്ചി പാടിയ വേർഷൻ അല്ല ശരിക്കും മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ ആ മോർണിംഗിൽ പ്ലേ ചെയ്യുന്നത്. അത് വേറെ ആരോ പാടിയിരിക്കുന്നതാണ്. അത് പാടിയിരിക്കുന്നതും അതിഗംഭീരമാണ്. കാരണം ആ പാടിയിരിക്കുന്ന ആളുടെ ആ ഒരു ടോണും ഈ പാട്ടുമായിട്ട് വളരെയധികം സിങ്കാണ്. അതിനെന്തോ ഒരു പ്രത്യേകതയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ലിറിക്സ് ഞാൻ ആ ഒരു വീഡിയോയിൽ നിന്നുള്ള ഓഡിയോ ഹെഡ്ഫോൺ ഇട്ട് കേട്ടിട്ടാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ രണ്ടിടത്ത് ചെറിയ തെറ്റുകളുണ്ട്. പക്ഷേ അതിന് ആ ഒരു തെറ്റ് തിരുത്തി ഞാൻ ഈ എപ്പിസോഡിലും പിന്നെയും ആ പാട്ട് തന്നെ പാടണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പാട്ട് മനസ്സിലാകാത്തവർക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് പാട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. അതിഗംഭീരമായ ഒരു പാട്ടാണ്. എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് ആ പാട്ടിന്. അപ്പോൾ ആ സിനിമയിലെ ബാക്കി പാട്ടുകളുമൊക്കെ നല്ല പാട്ടുകളാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ അതിൻ്റെ തംബ്നെയിലിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒറിജിനൽ പാട്ടിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് നിങ്ങൾ കേട്ട് നോക്കുക. ഇതിന് മുമ്പുള്ള എപ്പിസോഡിലും ഈ ഒറിജിനൽ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം പാട്ട് നിങ്ങൾ കണ്ടു നോക്കുക, അത് കേട്ടു നോക്കുക. വളരെ ഭംഗിയുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതുപോലെ കേട്ട് മറന്ന ഒരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ ഇതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സോ ടേക്ക് കെയർ. ബൈ.